ലിസി 650 രൂപയ്ക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ കണ്ട 650 രൂപ കണ്ട ഒരു മഞ്ഞ കളറൊക്കെ ഇതെങ്ങനെയുണ്ട്? ഇവിടെ അങ്ങനത്തെ ഉടുപ്പ് 1500 രൂപയുള്ള നമ്മളുടെ അവിടെ 3000 രൂപയ്ക്ക് 3000 മാലിയാണ് 1500 രൂപയ്ക്ക് കിട്ടുന്നത്. ഇവിടെ വളരെ സസ്റ്റയിൽ കപ്പടകളൊക്കെ കിട്ടും കേട്ടോ. 3000 രൂപയുടെ സാധനം 1500 രൂപ. കാണാനും ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കാണാൻ നല്ല വേണ്ട. 650 രൂപയ്ക്ക് നല്ല മോഡല് ഡ്രസ്സുകൾ കിട്ടും. ബാംഗിൾസ് 200 മുതൽ വളകളൊക്കെ കിട്ടും. പിന്നെ ഇത് 4500 രൂപ, 5000 രൂപയുടെയൊക്കെ 4500 രൂപ, അങ്ങനെയൊക്കെയുള്ള പലതരം മോഡലുകൾ ബാംഗിൾസുകൾ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഹോൾസെയിൽ ഇതൊക്കെ കപ്പടയുടെ ഹോൾസെയിൽ ദുക്കാനുകളാണ്. ശ്രീ ബാലാജി ടെക്സ്റ്റൈൽസ്, 1221 മെയിൻ റോഡ്, ചാന്ദിനി ചൗക്ക്, ഔട്ട്സൈഡ് കറ്റ സത്യനാരായണ. ഇവിടെയൊക്കെ നല്ല കളക്ഷൻസുകളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല ചാന്ദിനി ചൗക്കിൽ Kita din katatukan na lagu. കപ്പട നീ മേടിക്കണ്ട. ഇതാണ് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ഇത് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്. ഞാൻ ഒരു 1990 കാലഘട്ടത്തിൽ വന്നിട്ട് നോക്കിയപ്പോൾ അന്ന് കളർ ടി വിക്ക് 30,000-40,000 ഉള്ള സമയത്ത് അന്ന് 3000 രൂപയ്ക്ക് അസംബിൾഡ് കളർ ടി വി ഇവിടെ കിട്ടുമായിരുന്നു. അന്ന് 90 കാലഘട്ടത്തിൽ നമുക്കൊക്കെ ശമ്പളമൊക്കെ വളരെ കുറവായതുകൊണ്ട് അത് സ്വപ്നം കാണാനേ അന്ന് സാധിച്ചുള്ളൂ. 3000 രൂപയ്ക്ക് അന്ന് അസംബിൾഡ് കളർ ടി വി കിട്ടിയിരുന്നു. അന്ന് 30,000-ന് താഴെ കളർ ടി വി ഇല്ലാത്ത സമയമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അന്ന് 1500-2000 രൂപയ്ക്കാണ് കിട്ടിയിരുന്നത്. ഇവിടെ 1500 രൂപയ്ക്ക് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിയത് 90 കാലഘട്ടങ്ങളിൽ. അങ്ങനെ നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്കിൻ്റെ ബസാറിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ധാരാളം കപ്പട തൂക്കാൻ. ഇത് ഉള്ളിലൊക്കെ ചെറിയ ഗലികളിലൊക്കെ നിറച്ച് ഈ തുണികളുടെ ഹോൾസെയിൽ കടകളാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അത് പർച്ചേസ് ചെയ്ത് അവർ നമുക്ക് ഇതാക്കി തരും, പോസ്റ്റൽ ആക്കി അയച്ചു തരും. എത്രയത് കേട്ടോ. അടിപൊളി കപ്പടകൾ, ലെഹങ്കകൾ, ഇതൊക്കെ കല്യാണത്തിന് പറ്റിയ ഒരു ഡ്രസ്സുകൾ. ഇതൊക്കെ കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്ന ഡ്രസ്സുകൾ. ഇത്രയും പുരോഗമിച്ചാലും ഇവിടെ ഇപ്പോഴും സൈക്കിൾ റിക്ഷ എന്ന ഒരു വാഹന സംവിധാനം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ റിക്ഷ വന്നതോടുകൂടി
ഡൽഹിയിൽ ലോക്കൽ യാത്രകൾക്ക് വളരെ ചീപ്പാണ്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 3 കിലോമീറ്റർ ഒക്കെ അവർ നമ്മളെ കൊണ്ടുപോകും. 10 രൂപ ഒരാൾക്ക്. നമ്മുടെ നാട്ടിൽ ബസ്സിൽ 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടി 1.5 കിലോമീറ്റർ പോകുമെന്നുള്ള സംശയമാണ്. അതുപോലെ ഓട്ടോറിക്ഷ ആയാലും നമുക്കിപ്പോൾ ഓട്ടോറിക്ഷ പിടിക്കുകയാണെങ്കിൽ അവർ നിസ്സാര പൈസ ഇവിടെ ചാർജ് ചെയ്യണമല്ലോ. 2 പേർക്കിപ്പോൾ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറഞ്ഞത് ഒരു 70-80 രൂപ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരു 30 രൂപ 40 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോയിൽ പോകാൻ പറ്റും. വളരെ സജീവമായ മാർക്കറ്റുകളാണ് നമ്മളുടെ ഡൽഹിയിൽ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പനെയും അമ്മയും ഒഴികെ ബാക്കി എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലം. भाई साहब ये मीटर कितने के हैं? 650 रुपये का सूट आता है। 650 आपने तब दूरा आओ दीदी तू नल कैसे ഉണ്ടാവോ? അതല്ല അവിടെ ഇരിക്കുന്നത്. 450 में कोट ने बड़ा अच्छा पीस मिला था। 550 का दे रहे दुपट्टे के साथ कपड़ा बहुत अच्छे क्वालिटी का है। गले पे काम है गर्म की सेल लगा दी गर्म का അത് ലൈനിങ് എടുക്കണ്ട്. गर्म में 500 रुपए में कपड़ा देखो बड़ा अच्छा है। ये हमारे को पहले 400 रुपये का दे चलो 450 देखो इधर 450 ഇതിന്റെ ഇത് പാൻറ് അത് ലൈനിങ് ഒക്കെ ഇല്ല 750 നാനി സമയം അത് എങ്ങനെയാ നാനി മീറ്ററിനല്ലേ? അപ്പോൾ 900 രൂപ. भैया ये मीटर के 750 7 मीटर कपड़ा आएगा। पूरा आएगा 2.5 मीटर शर्ट देंगे 2.5 सलवार 7.25 मीटर कपड़ा आएगा। ऐसे दुपट्टा भी 125 रुपए मीटर। सवा पूरा कंप्लीट सूट है ये दुपट्टे के साथ 400 की रेंज में। खाली कितने मीटर है इसमें? 7 मीटर 7 मीटर 7 मीटर प्राइस 400 only। 400 बहुत अच्छा कलर है देखो। ये 100 पर मीटर मेरे हाथ में 400 पूरा सूट विद दुपट्टा। 6.25 मीटर कपड़ा आएगा 400 100 पर मीटर है। जितना लेना उतना कर देगा। ഇത് എത്രയാണ്? ഇഷ്ടപ്പെട്ടെ ഈ പച്ച 550 का है वर्बल है। बहुत बढ़िया पीस है। ये 550 जो डिजाइनर है देखो ये काम है सारा। ये दुपट्टा है और ये सलवार ये भी पूरा कंप्लीट सूट है। 550 550 രൂപ. ദുപ്പട്ടയും കിപ്പട്ടൊക്കെ ഉണ്ട്. ये लेना ये लेना। ഏതാ കളർ നോക്കാം വേണോ? എങ്ങനെയുണ്ട്? ഏത് കളർ നോക്ക്. दुपट्टे दिखाने वाले भिखारी के ऐसा कॉटन वगैरह दे रहा हूँ कॉटन में दिखा കോട്ടൺ ഏതാ? कॉटन में चाहिए आपको। ऐसे दुपट्टे चलेंगे ऐसे। ഇത് 550 അല്ലേ? 550 അല്ലേ? ആ 7.5 മീറ്റർ 550 രൂപയ്ക്ക്. हाँ। അപ്പോൾ രണ്ടാൾക്ക് തയ്ക്കാം. देखो ये कॉटन में आएगा शर्ट आएगी दुपट्टा और ये सलवार आएगा। कलर ये मिल जाएंगे इसमें आपको। ഇത് മൂന്നും കൂട്ടിയിട്ടാവും ചിലപ്പോൾ 7.5 മീറ്റർ. അങ്ങനെയാവോ? ആ ये भी कॉटन में आएगा। ये भी कॉटन में അത് കാണാൻ ഇതിൻ്റെ सब कॉटन में वही सब कलर शर्ट आएगी सलवार ये दुपट्टा आएगा। അപ്പോൾ അത് ഒരെണ്ണല്ല ഉണ്ടാവും അത്. चलो ये भी कॉटन में देखो। ये कितने का सूट है भैया? हाँ जी ये 950 का है। ये देखो शर्ट आएगी दुपट्टा सलवार पूरा कंप्लीट। ഇതൊക്കെ എത്ര വരുന്ന റേറ്റ്? ये लेना ये ले लो ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പറയാം. അത് വേണ്ട പച്ച ये വേണ്ട. तो बहुत सुंदर सूट था ये वाला।
പിന്നെ ഏത് കളറ് പപ്പയ്ക്ക് ഇഷ്ടമായത്? പപ്പ നോക്ക്, എനിക്ക് അതിനോട് താല്പര്യം. ഈ പച്ചയോട് ഇഷ്ടമായിരുന്നു. ഇതാ എന്നാ ഇത് ये दे दो सुबह से नीचे मिलके जाए ഇത് आगे नीचे और पानी मिल जाएगा 4 आगे ये लो നല്ല ഭംഗിയുണ്ട്. कलर है ये लो कॉटन में അപ്പൊ പപ്പ ഭംഗി നോക്കി എടുക്കുന്ന शर्ट आएगी दुपट्टा और ये सलवार ഇത് ഒരു സെറ്റിനാണോ? സെറ്റാണോ? ഒരു ये സെറ്റ് सेट का 400 हाँ जी ये सेट का 400 रेट फिक्स बार्गेन में फिक्स है बार्गेन नो बार्गेन कितने? 650 का विद दुपट्टा अच्छा 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 ये 450 का विद ये दुपट्टा 450 का ये 450 ओनली 450 विद दुपट्टा 450 ये 400 400 നോക്ക് പപ്പ ഏതാ ഇഷ്ടമായി എങ്ങനെ? ഡിസിക്ക് ഇത് ഇഷ്ടപ്പെട്ട ये 550 ഇതിനോട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയുണ്ട്? ये सारे आगे काम आएगा दामन में अच्छा 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 ये कर दे एक ये हो गया एक ये दे दे दूसरा ये भी 550 एक ये दे दो कॉटन में 550 चुन्नी के साथ बहुत अच्छी क्वालिटी ये 12 बज गए और बोलो अटम मदीने ആ ഇത് മതി. एक ही चाहिए भैया एक ही चाहिए एक और दे दूँ नहीं नहीं एक भाई कॉटन ले जाओ नहीं 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 550 450 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടിയത്? അതിപ്പോ ടോപ്പിന് ഇരിക്കാനുള്ള തുണി, പാൻറ്, പിന്നെ ഷോള് क्या कलर है जी? വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പട കാണുമ്പോൾ തന്നെ കണ്ണു മഞ്ഞളിക്കുക. ഭയങ്കര മാർഗത്തല്ലേ അത്? ഇതൊക്കെ കല്യാണത്തിനുള്ള ഡ്രസ്സുകൾ. ഇവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. देखिए തുണികളൊക്കെ ഭയങ്കര ഹോൾസെയിൽ കടകളല്ലേ? ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. ഈ ഗല്ലിയുടെ ഉള്ളിലൊക്കെ കടകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. സമയം നമുക്ക് വളരെ കുറവായതുകൊണ്ട് ഓണത്തിന് എനിക്ക് പുട്ടുകടിച്ചടം പോലെ സ്വീറ്റ്സിൻ്റെ ഓരോ സ്റ്റാളുകളും അതിനിടയിലുണ്ട്. പാൻ ഭണ്ഡാരം, മൊബൈലിൻ്റെ കവറുകൾ, സ്യൂട്ടുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും.
ആൾക്കാരുടെ ഒഴുക്കാണ് കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഒഴുക്കൊക്കെ കാണണമെങ്കിൽ വല്ല തൃശ്ശൂർ പൂര, തലകാവ് പൂരൊക്കെ വരണം. അത്രയധികം ആൾക്കാരാണ് ഇവിടെ. ഇതൊക്കെ ചെരുപ്പിൻ്റെ കടകളാണ്. ഈ ചെരുപ്പിൻ്റെ മാർക്കറ്റാണ്, ചെരുപ്പ് മാർക്കറ്റ്. ചെരുപ്പിൻ്റെ മാർക്കറ്റ്. ഇപ്പം നമ്മൾ തുണിയുടെ മാർക്കറ്റ് കഴിഞ്ഞു, ഇപ്പം ചെരുപ്പിൻ്റെ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുക. ഇതിനുള്ളിലേക്ക് ഗലിയിലൊക്കെ ചെരുപ്പിൻ്റെ മാർക്കറ്റുകളാട്ടാ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കറങ്ങാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതാണ് നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ കാഴ്ച കണ്ടും മടങ്ങുന്നത്. देखिए क्षेत्र बाजार. എന്താ തിരക്കുന്നതെന്ന് നോക്കിയേ. ഇതാണ് ചാന്ദിനി ചൗക്കില് മാർക്കറ്റ്. തിരക്ക്. ഇതിനിടയിൽ സബ്ജി വിൽക്കുന്ന വണ്ടികളൊന്നും ഉണ്ട്, ഫ്രൂട്ട്സ് വിൽക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ഒരു മാർക്കറ്റിൻ്റെ ഒരു തിരക്ക്. ഇത് കർട്ടൻ്റെ സെക്ഷൻ, മേശവിരികൾ, അതിൻ്റെ സെക്ഷനാണത്. ഇവിടുത്തെ കച്ചവടം നമ്മൾക്ക് അത്ഭുതമാവും. നമുക്ക് തോന്നും കടകളിൽ സാധാരണഗതിയിലുള്ള ആൾക്കാരും തിരക്കും ഇല്ല എന്നുള്ളത്. പക്ഷേ ചാറിയുള്ള ഒരു കച്ചവടമാണ് ഇവിടെ ഉള്ളത്. രാത്രി ആകുമ്പോഴേക്കും അവർക്ക് വേണ്ടുന്ന ഒരു ലാഭം അവരുണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ 1990 കാലഘട്ടങ്ങളിൽ ഞാനിവിടെ ഒരു ലഹങ്കയുടെ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഇങ്ങനെയാണ്, ദിവസത്തിൽ 2-3 കച്ചവടം ചിലപ്പോൾ നടക്കുള്ളൂ. പക്ഷെ അത് ഈ വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയുള്ള ലഹങ്കയുടെ ഒരു ഷോപ്പാണ്. ഒരു ലഹങ്ക വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 30,000-40,000 രൂപയുടെ ലഹങ്കയാണ് അവർ വാങ്ങുക. ആ വാങ്ങുമ്പോൾ തന്നെ 2 കച്ചവടം നടന്നാൽ തന്നെ അവർക്ക് അതിനുള്ള ലാഭം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് വന്ന സമയങ്ങളിലൊക്കെ എനിക്ക് പലപ്പോഴും
വിഷമം തോന്നിയിട്ടുണ്ട്. കച്ചവടം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെ 5-6 പേർക്ക് ശമ്പളം കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു 2-3 കച്ചവടം കൊണ്ട് അവർക്ക് അത്യാവശ്യം ലാഭം അതിൽ നിന്ന് അവരുണ്ടാക്കും. 30,000 രൂപയുടെ ലഹങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ അത് ബാർഗെയിൻ ചെയ്താൽ പോലും അവർക്ക് അതിൽ നിന്ന് എനിക്ക് തോന്നണ ഒരു 30,000 രൂപയുടെ ലഹങ്കയിൽ നിന്നൊരു 10,000 രൂപയിലും അവർക്ക് ലാഭം കിട്ടും. അങ്ങനെ 2-3 കച്ചവടം ഉണ്ടായാൽ നല്ല ലാഭമായി. അന്ന് 90 കാലഘട്ടങ്ങളിലൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ബസ്സിൽ പോകാനായിട്ട് 50 പൈസയാണ് മിനിമം ചാർജ്. 50 പൈസ. അന്ന് 3 രൂപയ്ക്ക് ഒരു പാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഡൽഹിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചുറ്റി സഞ്ചരിക്കാം. 3 രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ കാലഘട്ടത്തിലാണ് ഈ 30,000 രൂപയുടെ ലഹങ്കയൊക്കെ അന്ന് വിറ്റിരുന്നത്. അപ്പം നമുക്ക് ആലോചിക്കാം, ഒരു 10,000 രൂപ വെച്ച് 1-2 കച്ചവടത്തെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെയാണത്. അങ്ങനെ കുറേ കടകളുണ്ട്. നമുക്ക് തോന്നും കച്ചവടം ഉണ്ടോ, നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ 4-5 കച്ചവടം കൊണ്ട് അവർക്ക് അവരുദ്ദേശിക്കുന്ന ലാഭം കിട്ടിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പൈസ ഉണ്ടെന്ന് കണ്ട ഇങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ. എല്ലാം ഈ ഭാഗത്ത് തുണിയുടെ കടകളാണ്. 100 രൂപയ്ക്ക് ദുപ്പട്ട, 100 രൂപ ദുപ്പട്ട. ആ ചെറുക്കൻ്റെ കയ്യിലുള്ളത് അത് ചിലപ്പോൾ വില കൊടുക്കും. അതറിയില്ല. മറ്റേ ചെറുക്കൻ പറഞ്ഞ 100 രൂപ എന്നാ പറഞ്ഞത്. ദുപ്പട്ട ടോപ്പാ. आज दिल्ली आए हो, काम का मीटिंग है दिल्ली. എങ്ങനെയുണ്ട് കാണേണ്ട കാഴ്ചയല്ലേ ഡിജിലി? വേണോ അത്? ഒരെണ്ണം മേടിച്ചാൽ മതി. ഫ്രഷ് ആയിട്ട് തരാൻ പറ്റും. ഒരെണ്ണം അതെയോ? ആകെ 5-6 കഷ്ണങ്ങളുള്ളല്ലേ? ഒരെണ്ണം മേടിച്ചാൽ മതി. അത്രയല്ലേ ഉള്ളൂ? ഒരെണ്ണം മേടിച്ചാൽ മതി. വളങ്ങൾ എടുത്ത് മെയിൻ റോഡ് ചാന്ദിനി ചൗക്ക്, ഡൽഹി. ഈ ഭാഗത്ത് വന്നിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കർ വാങ്ങിയത് ഓർക്കുന്നുണ്ട് 90 കാലഘട്ടങ്ങളിൽ. देखो ഇത് തുണികളുടെ സാരികൾ. ബാംഗിൾസിൻ്റെ കട. ഇത് ഷർട്ട്സിൻ്റെ കടകൾ,
ബാഗുകൾ, ഇതാണ് ലഹങ്കയുടെ കടകൾ. ഇവിടെ വേണമെങ്കിൽ സെയിൽസ് ഗേളിന് ഒരു ഫാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ലഹങ്കയുടെ കട. വളരെ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ ദിവസത്തിൽ ഒന്നോ രണ്ടെണ്ണം പോയാൽ പോലെ. ഇത് ടൈൽസുകളുടെ കടകൾ. അന്ന് അങ്ങനെ ഇതേപോലത്തെ ഉള്ളിൽ ഒരു കടയിലാണ് ഞാൻ അങ്ങനെ. ഇവിടെ അല്ല, കരോൾപ്പാട്. ഇതൊക്കെ കണ്ട, ഇതാണ് ലഹങ്കയുടെ കടകൾ, കല്യാണത്തിന് വേണ്ടുന്ന കടകൾ. വളരെ വിലപിടിപ്പുള്ള ഒരു ഡ്രസ്സാണ് ലഹങ്ക. ഇവിടുത്തെ ആർക്ക് കല്യാണത്തിന് ലഹങ്ക ഇല്ലാതെ പറ്റില്ല. ഭയങ്കരമായ മോഡൽ. ഇത് ഷെർവാണി കോട്ടുകൾ, അങ്ങനത്തെ തരം കടകളാണ്. ഇതിനുള്ളിലൊക്കെ ലഹങ്കയുടെ കടകളായിട്ടാണ്. ഫാഷനബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടെ ലഭിക്കും. കളേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. ഈ തരം കളേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുകളാണ്. ഓ മൈ ഗോഡ്, ഇതേക്കോ 1650 രൂപ ഈ ഉടുപ്പിന്, 950 രൂപ, 390 രൂപ, 650 രൂപ, 1350 രൂപ. നല്ല ഭംഗിയുള്ള ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ. ഇവിടെ ഓർണമെൻറ്റ്സ്, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇന്നർവേഴ്സ്. ഇതൊക്കെ വീഡിയോ 619 എടുക്കണമെന്നുണ്ട്, പക്ഷേ ശരി ഭംഗി ലഭിക്കാത്തതുകൊണ്ടാണ് 9x16 ഞാൻ എടുക്കുന്നത്. ടൈറ്റൻ മാക്സ് കടകൾ, ചെറിയ കുട്ടികളുള്ള കമ്പിളികളെല്ലാം. ഈ ഭാഗത്ത് അങ്ങോട്ട് शुरुआत तक आई. कुछ साड़ियाँ दिखाए सुना. सभ्यसाची
वाले कटरे पे और 2 पाउंड के बाद मुझे दिखा बढ़िया कंपनी का माल 200 रुपये അമ്മയ്ക്ക് ഓരോന്ന് കമ്പിളി മേടിച്ചു കൊടുക്കണ അത് 550 രൂപ. 200 രൂപയ്ക്ക് അളാമ്മയ്ക്ക് വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചോ. അമ്മയ്ക്കിപ്പോൾ ചൂടായ കാരണം भाई ये वाला कितने की है? 3 रुपये कीमती नहीं है क्या? कीमती है कीमती कीमती कमती सेल नहीं कम दाम नहीं फिक्स्ड है ഇതിന് ഫുള്ള് ഇത്രയൊന്നുമില്ലേടാ. എത്രയത്? 300 रुपये 300 इसमें लॉन्ग भी मिलेगा और शॉर्ट भी है ये शॉर्ट है लॉन्ग भी मिलेगा लॉन्ग दिखा दीजिए चलिए जाओ ലോങ് എന്തിനാ? वहाँ चल ഇവിടെ വരെയല്ലേ ഇടുള്ളൂ സാധാരണ. ലോങ് ഇടുമ്പോൾ അത്രയ്ക്ക് മതി. कलर നോക്ക് ഈ വലുപ്പം മതിയാവില്ല. നമുക്ക് ഇത് മതിയാവും. കളറ് നോക്കിയേ. कलर നോക്ക് നോക്ക് कलर दूसरे कलर दिखा दीजिए इसमें कलर दूसरे कलर ये सब कलर देखो 1 2 3 4 5 कलर देखो कलर कौन सा बता ये लो അത് വലുപ്പം കൂടുമോ? आप कलर बता ഇതിൻ്റെ സ്മോൾ ഉണ്ട്. അത് വലുപ്പം കൂടും. इसमें स्मॉल मिल जाएगा स्मॉल हाँ इसमें ये small नहीं। कौन सा है मीडियम है ये फ्री साइज है फ्री साइज है हाँ जी एक छोटा साइज एक आएगा ये वाला सबसे छोटा साइज होगा ये साइज है വലിപ്പം കൂടിയാലോ ഒന്ന് തുന്നിയാൽ മതിയല്ലേ. കുറഞ്ഞാൽ ചിലപ്പോൾ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് बढ़िया था टी शर्ट लोवर आइए 200 रुपए का 200 ഏതാ ഇഷ്ടപ്പെട്ടെ പിന്നെ